ചേച്ചി ആ ചേച്ചി ഒരു കാര്യം പറയാൻ മറന്നു. എന്താപ്പോ? നേരത്തെ ചേച്ചിക്കൊരു കത്ത് വന്നിരുന്നു. ഞാനത് കൊണ്ടുവന്നപ്പോ ചേച്ചി കുളിക്കുകയായിരുന്നു. ഞാനത് അലമാരയിൽ വെച്ചിട്ടുണ്ട്. ചേച്ചി, ചേച്ചിക്ക് ഈ കല്യാണത്തിന് സമ്മതമായിരുന്നു. എനിക്ക് വിഷമമുണ്ട് ചേച്ചി. ദീപക്കേട്ടനും ചേച്ചി തമ്മില് ഒരു ചർച്ചയില്ല. പിന്നെ ദീപക്കേട്ടൻ അത്ര നല്ല ആളൊന്നും അല്ല ചേച്ചി. നീ പോ അപ്പോ, ഞാൻ വന്നേക്കാം. ശരി ചേച്ചി. പ്രിയപ്പെട്ട ഋതികയ്ക്ക്, ഇതുവരെ പിറന്നാൾ ദിവസങ്ങളിൽ മാത്രം തനിക്ക് വരാറുള്ള കത്ത് ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്നത് എന്തിനാണെന്നാവും താനിപ്പോ ചിന്തിക്കുന്നത്. ഒരുപാട് ആലോചിച്ചതിന് ശേഷമാ ഞാൻ ഈ കത്ത് തനിക്ക് എഴുതുന്നത്. ഒരു തുറന്നു പറച്ചിലിനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴെങ്കിലും ഞാൻ തന്നെ ചിലതൊക്കെ അറിയിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാകും. അംബികയുടെ മകൻ ദീപകുമായി തന്റെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആ വിവാഹം ഒരിക്കലും തന്റെ പൂർണ്ണമായ സമ്മതത്തോടെ ആയിരിക്കില്ല നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് അംബികയെ നന്നായി അറിയാം. അംബികയുടെ മകനും അംബികയെ പോലെ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോകേണ്ട എന്റെ ജീവിതം തകർത്തെറിഞ്ഞത് അംബികയാ. എല്ലാമെന്ന് ഞാൻ കരുതിയതെല്ലാം എന്നിൽ നിന്ന് അകലെ ആക്കിയത് അംബികയാ. ഒരുപാട് അകലെ നിന്ന് തനിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കാറുള്ള തനിക്കറിയാത്ത ഒരാളുടെ വാക്കുകൾ താൻ വിലക്കെടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നേ തന്നോട് പറയാനുള്ളൂ, തനിക്ക് കഴിയുമെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. മറ്റെന്തെങ്കിലും വാശിയിലോ ആരെയെങ്കിലും ഭയന്നോ ആണ് താൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയെങ്കില് ഒന്നുകൂടി ആലോചിക്കുക. ചേച്ചി മുറിയിലുണ്ട് വല്യച്ഛ. മുഹൂർത്തം അടുത്തില്ലേ? അവൾ എന്താ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടോ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പ്രധാന. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി വിളിച്ചിട്ടിടാം. തിരുമേനി, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? മോളെ ഋതു, മോളെ അമ്പലത്തില് വർമ്മസാറ് ഋതികമ്മയുടെ ഉണ്ടായിരുന്നു. ഓ, പറയും പോലെ ഋതിക മാഡത്തിന്റെ കല്യാണം ഒന്നാണല്ലോ. നിനക്ക് അവിടെ തല കാണിക്കട്ടെ. വർമ്മസാറിനോട് ഇന്നലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഒരുക്കേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിന്റെ ഒരു ഗതികേട്. ഏതോ നല്ല കുടുംബത്തിൽ ചെന്ന് കയറേണ്ട കുട്ടിയാ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ ഞാൻ മാഡത്തോട് പലവട്ടം പറഞ്ഞു. പക്ഷെ അച്ഛൻ തീരുമാനിച്ചതല്ലേ നടക്കട്ടെ എന്നാണ് ഋതിക മാഡത്തിന്റെ പിടിവാശി. ഇതാണ് തലയിലെഴുത്തെന്ന് പറയണത്. തല കുത്തി മറിഞ്ഞാലും തല വടിച്ചു കളഞ്ഞാലും തലയിലെഴുത്ത് മാറാൻ പോടില്ല. ഞാനും കൂടി അല്ലട്ടെ. കല്യാണത്തിന് മുമ്പ് ഒരു പന്തിയെങ്കിലും വിളമ്പണം. ഇല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോ വലിയ തിരക്കാവും. മോളെ ഋതു, 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 അവിടുത്തെ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പ്രതാപേട്ട, ഋതു റൂമിലില്ല. റൂമിലില്ലെന്നോ? റൂമിലില്ലെങ്കിൽ വേറെ ഒരിടത്ത് കാണും. നോക്ക്, എല്ലായിടത്തും നോക്ക്. ചേച്ചി പോയി നോക്ക്. ഋതു, മോളെ ഋതു.
ബസ് സ്റ്റാൻഡ് വരെ. ആ കേറിക്കോ. പ്രതാപേട്ടാ, ഇത് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ദീപകമായുള്ള ഈ വിവാഹത്തിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. അച്ഛന്റെ സ്നേഹത്തിനു വേണ്ടി ഒരുപാട് കൊതിച്ചവള ഞാൻ. അവസാനം അത് കുറച്ചെങ്കിലും കിട്ടിത്തുടങ്ങിയ ഈ സാഹചര്യത്തിൽ തന്നെ അച്ഛനെ നിഷേധിക്കേണ്ടി വരുന്നത് എന്റെ ജാതകദോഷമാണോ എന്ന് എനിക്കറിയില്ല. അച്ഛന് വാക്കാണ് വലുതെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛനെ എതിർക്കാനുള്ള ശക്തി എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും പോകുന്നു. ഇതൊരിക്കലും അച്ഛനെ അപമാനിക്കാനോ മര്യാദ കുറവ് കൊണ്ടോ അല്ല. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും ഉപരിയായി വിധി തീരുമാനിക്കും. അച്ഛന്റെ സ്നേഹം വേണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച് എനിക്ക് വന്ന വിധി എന്നേക്കുമായി എന്റെ അച്ഛനിൽ നിന്നും അകന്നു പോകാനാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇനി എന്റെ അച്ഛന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും എന്റെ മനസ്സിനുള്ളിൽ എന്നും സൂക്ഷിക്കുന്ന ഒരു രൂപമുണ്ടെങ്കിൽ അതെന്റെ അച്ഛനായിരിക്കും.